നമസ്കാരം. പ്രധാന വാർത്തകൾ. രൂക്ഷമായി തെരുവുനായ ആക്രമണം. ഒറ്റപ്പാലത്തും മണ്ണാർക്കാടുമായി 3 പേർക്ക് കടിയേറ്റു. കടിയേറ്റവരിൽ 4 വയസ്സുകാരനും. വികസനത്തോടൊപ്പം വൃത്തിയും അനിവാര്യമെന്ന് മന്ത്രി MP രാജേഷ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വലിയ മുന്നേറ്റമെന്നും മന്ത്രി. ശ്രീകൃഷ്ണപുരത്ത് CPM-നെ നയിക്കാൻ ഇനി വനിത. MK ദേവിയെ പുതിയ ലോക്കൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. ഡെങ്കിപ്പനിക്കെതിരെ ജാഗ്രത വേണമെന്ന് മുഹമ്മദ് മൂസിൻ MLA. പരിസര ശുചീകരണം ഉറപ്പാക്കണമെന്നും MLA. ഒറ്റപ്പാലം കയറമ്പാറ കേന്ദ്രീയ വിദ്യാലയം റോഡ് നവീകരണത്തിലേക്ക് എടുക്കുന്നു. സംസ്ഥാന ബജറ്റിൽ നിന്നും 2 കോടി രൂപ വിനിയോഗിച്ചാണ് നവീകരണം. വാർത്തകൾ വിശദമായി. വീടിന്റെ സിറ്റൌട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന 4 വയസ്സുകാരന് തെരുവുനായയുടെ ആക്രമണം. മുഖത്തും പുറത്തും പരിക്കേറ്റ കുട്ടിയെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് ചേലേങ്കര നെടുങ്ങോട്ടിൽ സുധീഷിന്റെ മകൻ 4 വയസ്സുകാരൻ ധ്യാനിനാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30യോടെയാണ് സംഭവം. സിറ്റൌട്ടിൽ കളിക്കുകയായിരുന്ന കുട്ടിയെ തെരുവുനായ അകത്തു കയറി കടിക്കുകയായിരുന്നു. കുട്ടിയുടെ കരച്ചിൽ കേട്ട് വീട്ടിലുള്ളവർ ഓടിയെത്തിയാണ് രക്ഷിച്ചത്. ഉടൻ തന്നെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടിയുടെ മുഖത്തും മുതുകിലും കടിയേറ്റിട്ടുണ്ട്. ഒരു 3:30 മണി സമയം അപ്പോൾ ഞാൻ കുട്ടീനെ അവിടെ സിറ്റൗട്ടിൽ നിർത്തി ഞാൻ കൊണ്ട് ഓട്ടം പോയിട്ടുള്ളൂ വീട്ടിൽ നിന്ന്. അപ്പോഴേക്ക് ഞാൻ ടൗണിലേക്ക് എത്തിയപ്പോഴാണ് അച്ഛൻ വിളിക്കുന്നത്, കുട്ടിക്ക് ഇതേമാതിരി നായ കടിച്ചു എന്നിട്ട് വിളിക്കണം. അപ്പോൾ ടൗണിൽ നിന്ന് വേഗം വരികയും ചെയ്തു. സിറ്റൗട്ട് കയറി കടിച്ചാണ്. അപ്പോൾ അങ്ങനെ റോഡിലേക്ക് ഇറങ്ങില്ല, റോഡ് മുഴുവൻ നായക്കളാണ്. അപ്പോൾ എപ്പോഴും പറയും ഞങ്ങൾ പോയി കഴിഞ്ഞാൽ വേഗം ഉള്ളിലേക്ക് കയറുന്നത്. ആ ഉള്ളിലേക്ക് കയറുക എന്ന് പറഞ്ഞ ഗ്യാപ്പിൽ നായ ഉള്ളിലേക്ക് കയറിയിട്ട് ഇവനെ കടിച്ചു. ഞാൻ പോവുകയും ചെയ്തു. അതേ ഉണ്ടായത്. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണ്. നായകളുടെ കൂട്ടങ്ങളാണ് ഈ പ്രദേശമാകെ. മദ്രസയിലും സ്കൂളിലും കുട്ടികൾക്ക് നടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിൽ. മദ്രസയും MVT സ്കൂളും പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. സ്കൂൾ തുറക്കുന്നതോടെ കൂടുതൽ കുട്ടികൾ ഇവിടെ എത്തും. നായകളെ പിടികൂടാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അവിടെ ഇത് മാത്രമല്ല, ഒരുപാട് പ്രശ്നങ്ങളാണ്. നായ്ക്കള് റോഡുകൾ കംപ്ലീറ്റ് നായ്ക്കളാണ്. മദ്രസയ്ക്ക് കുട്ടികൾ പോകുന്നുണ്ട്, അതേപോലെ സ്കൂൾ കുട്ടികൾ പോകുന്നുണ്ട്. അവരെയൊക്കെ അതേമാതിരി ഒരുപാട് കടിച്ചിട്ട് പരിക്കൾ ഒരുപാട് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെയൊക്കെ ഒരു ഇത് വരണം. അവിടെ ചേലങ്കര സ്കൂളൊക്കെ ഉണ്ട്, MVT സ്കൂളുണ്ട്, അവിടേക്ക് കുട്ടികൾ വരലുണ്ട്. അതേപോലെ മദ്രസയ്ക്ക് കുട്ടികൾ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ സ്കൂളിൽ തന്നെ കുട്ടികൾ വരുമ്പോൾ നായ്ക്കൾ കടിക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എപ്പോഴും ഉണ്ടാവണത്. അപ്പോൾ നായ്ക്കൾക്ക് ഇതിനെതിരെ എന്തെങ്കിലും ഒരു പ്രതിവിധി കാണണം സർക്കാർ കാണുന്നത്. ചേലങ്കര പ്രദേശത്തെ തെരുവുനായ ശല്യം പരിഹരിക്കണമെന്ന് പലതവണ പഞ്ചായത്തിൽ ആവശ്യപ്പെട്ടതാണ്. ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് പഞ്ചായത്ത് അംഗം സ്മിത ജോസഫ് പറഞ്ഞു. നമ്മുടെ വാർഡില് തെരുവുനായ ശല്യം വളരെ രൂക്ഷമാണ്. നമ്മൾ പഞ്ചായത്തിനോട് പറയുമ്പോൾ അതിനൊരു നടപടിയും ഇപ്പോൾ നിയമപരമായിട്ട് എടുക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇതിനെന്തായാലും ഒരു കോൺവഴി കാണുമെന്ന് തന്നെ വേണം. കുട്ടികളൊക്കെ തെരുവുനായകൾ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ നമുക്ക് അത് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് കണ്ടില്ല, അധികൃതർ ഇതിനൊരു നടപടി എടുക്കണം. ഒറ്റപ്പാലത്ത് 2 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. മായന്നൂർ പാലത്തിൽ വെച്ച് പ്രഭാത സവാരിക്കിറങ്ങിയ ആളുകൾക്ക് നേരെയാണ് തെരുവുനായ ആക്രമണം ഉണ്ടായത്. കടിയേറ്റ ഒരാളുടെ നില ഗുരുതരമാണ്. നായയെ പിന്നീട് പിടികൂടി. വെള്ളിയാഴ്ച രാവിലെ 6 മണിയോടെ മായന്നൂർ പാലത്തിനു മുകളിൽ സ്ഥിരം പ്രഭാത സവാരിക്കെത്തിയവരെയാണ് തെരുവുനായ ആക്രമിച്ചത്. ഈസ്റ്റ് ഒറ്റപ്പാലം സ്വദേശി അബ്ദുൾ റഷീദ്, മായന്നൂർ സ്വദേശി കോമളവല്ലി എന്നിവർക്കാണ് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. മറ്റൊരു വയോധികയെ ആക്രമിക്കാൻ ശ്രമിച്ച ശേഷം തിരിഞ്ഞോടിയ നായയാണ് കോമളവല്ലിയെ കടിച്ചത്. ഇരുവരും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കാലിലും 2 കൈകളിലും നെഞ്ചിലും കഴുത്തിലും കടിയേറ്റ അബ്ദുൾ റഷീദിനെ പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നായയെ പിന്നീട് ഡോഗ് ക്യാച്ചർമാർ പിടികൂടി. നടക്കാനിറങ്ങിയതാണ് മായന്നൂർ പാലത്തിൻ്റെ അധികം. ഏകദേശം ഒരു പകുതി ദൂരമായിരിക്കണം. മായന്നൂർ പാലത്തിൻ്റെ അവിടെ വെച്ചിട്ട് നായ ഒന്ന് കടിച്ച് വിടുന്നില്ല, കടിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഒരുപാട് കുടഞ്ഞ് ഇതാകാൻ ഓടാൻ നോക്കി പറ്റിയില്ല. കടിച്ചിട്ട് ഒരേ കടി തന്നെയായിരുന്നു. കുറേ ശ്രമിച്ചു നോക്കി, ഒരു രക്ഷയില്ല. പിന്നെ ആൾക്കാരൊക്കെ 2-3 ആൾ വന്ന ബൈക്കിൽ, പക്ഷെ അവർ പേടിച്ചിട്ട് അവരും തൊടുന്നില്ല നായല്ലേ. എല്ലാവരും ഒരാൾ ബൈക്കിൽ പോയിട്ട് വടി കൊടുന്നിട്ടാണ് അടിച്ചപ്പോഴാണ് നായ ഒന്ന് വിട്ടത്. സ്ഥിരമായിട്ട് നായ്ക്കളുള്ള സ്ഥലമാണ്. പിന്നാലെ ഇതല്ല, ഇതുവരെ ഓടിയിട്ടില്ല. ആദ്യമായിട്ടാണ്, വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യമാണ്. കൂട്ടത്തോട് കൂടിയിട്ടാണോ? അല്ലല്ല, ഒറ്റ നായാണ്, ഒരു നായാണ്, ഒറ്റ നായാണ്. നായകൾ ഒരുപാട് ഉണ്ടാവാറുണ്ട് അവിടെ. വികസനം നടക്കുന്നതോടൊപ്പം വൃത്തിയും വേണമെന്ന് മന്ത്രി MP രാജേഷ്. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു.
വാണിയംകുളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ പറഞ്ഞു വന്നത്, വികസനം നടക്കുന്നതോടൊപ്പം തന്നെ എന്ത് വേണം? വൃത്തിയും കൂടി ഉണ്ടാവണം. നമുക്ക് നല്ല റോഡ് വേണം, നല്ല സൗകര്യങ്ങൾ വേണം, പക്ഷെ വൃത്തിയായി സൂക്ഷിക്കണമെന്ന് അത്ര നിർബന്ധമില്ല. അപ്പോൾ ആ നിർബന്ധം കൂടി ഉണ്ടാവണം. വാണിയംകുളം പഞ്ചായത്ത് ഈ കാര്യങ്ങളിലെല്ലാം മികച്ച പ്രവർത്തനമാണ് നടത്തുന്നത്. അതിനെയും തുടരാൻ കഴിയണം. മാലിന്യം വലിച്ചെറിയുന്നവരുടെ വിവരങ്ങൾ നൽകുന്നവർക്കും സർക്കാർ പണം നൽകുമെന്നും നിയമവിധേയമായ രീതിയിൽ ഇതിലൂടെ മികച്ച വരുമാനമുണ്ടാക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. മാലിന്യം വലിച്ചെറിയുന്നതിൻ്റെ ശരിയായ വിവരം കൊടുത്ത് ആളെ കണ്ടെത്താൻ പറ്റുന്ന വിവരം കൊടുത്താൽ പിഴ ഈടാക്കിയാൽ 2500 പ്രതിഫലമാണ്. എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട് അല്ലേ, വാട്സാപ്പും ഉണ്ട്. ഇതിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കാണ്ട് ഈ ക്യാമറ ഓൺ ചെയ്ത് ദിവസം ഇറങ്ങി 4 ആളെ പിടിച്ച 10,000 രൂപ. നിയമവിധേയമായ രീതിയിൽ ഇതിനേക്കാൾ കൂടുതൽ എങ്ങനെ വരുമാനമുണ്ടാക്കാൻ പറ്റും? വാണിയംകുളത്തുകാരുടെ സ്വപ്നമായിരുന്ന കമ്മ്യൂണിറ്റി ഹാൾ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. പി മമ്മിക്കുട്ടി MLA അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് AE MK ശാന്ത റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ശ്രീലത, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ NP കോമളം, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ C സൂരജ്, BP സിന്ധു, P ഹരിദാസൻ, ജില്ലാ പഞ്ചായത്ത് അംഗം C അബ്ദുൽ ഖാദർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P കനകരാജൻ, ഗ്രാമപഞ്ചായത്ത് അംഗം V സിന്ധു, സെക്രട്ടറി AK വിനോദ്, വാണിയംകുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K ഭാസ്കരൻ, ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KP സുധീർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സംസാരിച്ചു. 2.5 കോടിയോളം രൂപ ചെലവിലാണ് കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. 2 നിലകളിലായി 20,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള 1872 ചതുരശ്ര മീറ്റർ വിശാലമായ കെട്ടിടമാണ് നഗരത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്നത്. 1000-ഓളം പേരെ ഉൾക്കൊള്ളിക്കാവുന്ന വിശാലമായ സ്വീകരണ മുറിയും ഭക്ഷണശാലയും കമ്മ്യൂണിറ്റി ഹാളിൽ ഒരുക്കിയിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരത്ത് CPM-നെ നയിക്കാൻ ഇനി വനിത. MK ദേവിയെ പുതിയ ലോക്കൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. CPIM ശ്രീകൃഷ്ണപുരം ലോക്കൽ കമ്മിറ്റിക്ക് ചരിത്രത്തിലാദ്യമായി ഒരു വനിതാ സെക്രട്ടറി. മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറും സാക്ഷരതാ പ്രേരക് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയും മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റി ട്രഷററും ജില്ലാ കമ്മിറ്റി അംഗവുമായ MK ദേവിയാണ് പുതിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. നിലവിൽ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന B രാജേഷ് സഹകരണ ബാങ്ക് ജീവനക്കാരനായിരുന്നു. ബാങ്കിൽ നിന്നും ലീവ് എടുത്താണ് ലോക്കൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നത്. തിരികെ ജോലിയിൽ പ്രവേശിച്ച സാഹചര്യത്തിലാണ് പുതിയ തിരഞ്ഞെടുപ്പ്. ലോക്കൽ സെക്രട്ടറിമാരെല്ലാം മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകരാകണം എന്ന പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ലോക്കൽ സെക്രട്ടറിയായി MK ദേവിയെ തിരഞ്ഞെടുക്കേണ്ടി വന്നത്. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന AC നാരായണൻ, മുൻ ലോക്കൽ സെക്രട്ടറിയും അധ്യാപക സംഘടനയുടെ ജില്ലാ നേതാവുമായിരുന്ന AM ശങ്കരനാരായണൻ എന്നിവരുടെ കുടുംബത്തിൽ നിന്നുമാണ് MK ദേവി സംഘടനയുടെ ലോക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത്. ശ്രീകൃഷ്ണപുരം CPM-ന്റെ AC സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഇന്നലത്തെ യോഗത്തിലാണ് തീരുമാനമായത്. ശ്രീകൃഷ്ണപുരത്ത് വനിതാ സെക്രട്ടറി എന്നുള്ളത് ആദ്യത്തെയാണ്. നമ്മുടെ പ്രദേശത്ത് സ്ത്രീകളെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾക്ക് മുന്നിൽ നിന്ന് ഏകദേശം 10-30 വർഷക്കാലം മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തനത്തിലൂടെ പാർട്ടിയിലേക്ക് എത്തിയിട്ടുണ്ട്. സമ്മേളനത്തിന് ശേഷം നിലവിലുള്ള LC സെക്രട്ടറി തിരിച്ച് ജോലിയിൽ കയറണം എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ ആ സ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്നതാണ്. എന്തായാലും ശ്രീകൃഷ്ണപുരത്തെ പൊതുജനങ്ങളുടെ CPIM-ന്റെ പാർട്ടിയോട് അനുഭാവമുള്ള എല്ലാ ജനങ്ങളുടെയും കൂട്ടായ്മയോടുകൂടി ഒത്തുചേർന്ന് മുന്നോട്ട് പോകാമെന്നാണ് ആലോചിക്കുന്നത്. പരമാവധി CPIM-ന് അനുകൂലമായൊരു അന്തരീക്ഷം ഈ പ്രദേശത്ത് ഉണ്ടാക്കിയെടുക്കാൻ എല്ലാ സഹകരണവും ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ ഒറ്റപ്പാലം കയറംപാറ കേന്ദ്രീയ വിദ്യാലയം റോഡ് ഒടുവിൽ നവീകരണത്തിലേക്ക് എടുക്കുന്നു. 2023-24 വർഷത്തെ ബജറ്റിലെ 2 കോടി രൂപ ഉപയോഗിച്ചുള്ള നവീകരണത്തിന് ഭരണാനുമതിയായി. കെല്ലിനാണ് നിർമ്മാണ ചുമതല. നേരത്തെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അനുമതിക്ക് വേണ്ടി സമർപ്പിച്ചിരുന്നുവെങ്കിലും തുക സംബന്ധിച്ച സാങ്കേതിക പ്രശ്നം ഉടലെടുത്തിരുന്നു.
പിന്നീട് വീണ്ടും എസ്റ്റിമേറ്റ് തയ്യാറാക്കിയാണ് ഭരണാനുമതി നേടിയത്. കയറമ്പാറ കവലയിൽ നിന്ന് തുടങ്ങി കേന്ദ്രീയ വിദ്യാലയം വഴി റെയിൽവേ ലൈനിനടുത്ത് സമാപിക്കുന്ന 2 കിലോമീറ്ററിനടുത്ത് ദൂരം വരുന്ന റോഡാണ് നവീകരണത്തിലേക്ക് കടക്കുന്നത്. നഗരസഭയുടെ അധീനതയിൽ വരുന്ന റോഡാണിത്. നവീകരണമൊന്നും നടക്കാത്തതിനാൽ വർഷങ്ങളായി റോഡ് തകർന്നു കിടക്കുകയാണ്. മഴ പെയ്തു തുടങ്ങിയതോടെ തകർന്ന കുഴികളിൽ ചെളിവെള്ളം നിറഞ്ഞ് റോഡിൽ ദുരിതയാത്രയായി മാറിയിരിക്കുകയാണ്. റോഡിൽ വിവിധ ഭാഗങ്ങളിലാണ് തകർച്ച കൂടുതലുള്ളത്. ഈ ഭാഗങ്ങൾ റോഡേത് കുഴിയേത് എന്നറിയാത്ത സ്ഥിതിയാണ്. തകർച്ച കൂടുതലുള്ള ഭാഗങ്ങളിൽ നേരത്തെ ക്വാറി മിശ്രിതമിട്ട് താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കിയിരുന്നെങ്കിലും ഇപ്പോൾ തകർച്ച പൂർണ്ണമായിരിക്കുകയാണ്. റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തുണ്ടായിരുന്നു. ജല അതോറിറ്റി ഓഫീസ്, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന കേന്ദ്രീയ വിദ്യാലയം തുടങ്ങിയവ ഈ റോഡിലാണ് പ്രവർത്തിക്കുന്നത്. പാതയുടെ നവീകരണ പ്രവർത്തികൾ ഉടൻ ആരംഭിക്കുമെന്നും അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA അറിയിച്ചു. ഒറ്റപ്പാലത്തെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം എന്ന നിലയിൽ ദീർഘകാലമായിട്ടുള്ള നമ്മുടെ നാടിൻ്റെ തന്നെ സ്വപ്നമാണ് ഈസ്റ്റ് ഒറ്റപ്പാലത്തെ പാലം. പാലത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു, അതിവേഗതയിൽ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ തുടർച്ചയിൽ 24-ാം തീയതി മെയ് 24 മറ്റന്നാൾ പൈലിംഗ് പ്രവൃത്തി ആരംഭിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ഇത്തവണ കാലവർഷം നേരത്തെ എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മെയ് അവസാനമാകുന്നതേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും പാലം പണിയുടെ ഭാഗമായിട്ട് തോടിൽ കുറച്ച് മണ്ണും മണലും എല്ലാം ഉണ്ട്. അത് അടിയന്തരമായി മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എയും കരാറെടുത്ത കമ്പനിയുടെ പ്രതിനിധിയും എല്ലാം ഇവിടെയുണ്ട്. അടിയന്തരമായി അത് മാറ്റും. അടിസ്ഥാനപരമായ പ്രശ്നം ഭാരതപ്പുഴയോട് ഏതാണ്ട് അതേ ലെവലിലോ താഴ്ന്ന ലെവലിലോ ആണ് കിഴക്കേ തോട് എന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പുഴയിൽ നിന്ന് മണ്ണും മണലുമൊക്കെ മാറ്റിയാലും ശാശ്വതമായി നല്ല മഴ പെയ്ത് ഭാരതപ്പുഴ നിറഞ്ഞു കവിയുന്ന സാഹചര്യം വന്നാൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട് എന്നത് ഇതിൻ്റെ ഭാഗമായി മനസ്സിലാക്കുകയാണ്. ഡെങ്കിക്കെതിരെ കടുത്ത ജാഗ്രതയും പരിസര ശുചിത്വവും ഉറപ്പാക്കണമെന്ന് മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. ദേശീയ ഡെങ്കി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പട്ടാമ്പി ഓങ്ങല്ലൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തെ കൊതുക് നശീകരണം കാര്യക്ഷമമായി നടപ്പാക്കാൻ കഴിയണം. അത്തരത്തിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കാതിരിക്കാൻ എല്ലാവിധ നടപടികളും സ്വീകരിക്കണമെന്നും MLA പറഞ്ഞു. വെള്ളം നമ്മൾ വളരെ കൃത്യമായി ഉറവിടത്തിൽ തന്നെ ഡെങ്കു കൊതുകുകൾ നശിപ്പിക്കാനും അത് മുട്ടയിടുന്നത് ഇല്ലാതെയാക്കാനുള്ളതാണ് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈഡിസ് കൊതുകുകൾ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ പരിസര ശുചീകരണം ഉറപ്പുവരുത്തുക, ഡ്രൈ ഡേ ആചരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ വീടുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന, അത് ചെടിച്ചട്ടിയിലാവാം, മറ്റു പലതിലുമാകാം, അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നത് പൂർണ്ണമായി ഇല്ലാതെയാണ്. കൊതുകുകൾക്ക് മുട്ടയിട്ട് വളരാനുള്ള സാഹചര്യം ഒരുക്കുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം ക്ലീൻ ചെയ്യുകയും ഒരു ദിവസം ക്ലീൻ ചെയ്താൽ പോലെ നിരന്തരമായി നമ്മളതിൽ ഇടപെടുകയും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷയായിരുന്നു. ബോധവൽക്കരണ റാലി, ബോധവൽക്കരണ സെമിനാർ, ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ എന്നിവയും ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയിരുന്നു. കാരക്കാട് മുതൽ പാറപ്പുറം വരെയായിരുന്നു ബോധവൽക്കരണ റാലി നടത്തിയത്. ഡെങ്കിപ്പനി പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാം. ഉറവിടങ്ങൾ പരിശോധിക്കുക, വൃത്തിയാക്കുക, മൂടിവെക്കുക എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ സന്ദേശം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷത വഹിച്ചു. ഓങ്ങല്ലൂർ പ്രദേശത്തെ രോഗവ്യാപന നിയന്ത്രണ പദ്ധതി പ്രകാശനവും മുഖ്യപ്രഭാഷണവും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KR വിദ്യ വഹിച്ചു. ഓങ്ങല്ലൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകുമാർ വിശദീകരണം നടത്തി. KR ദാമോദരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജനപ്രതിനിധികളായ A. ഷാബിറ ടീച്ചർ, AN നീരജ്, രതി ഗോപാലകൃഷ്ണൻ, TP രജീഷ്, ജലജ ശശികുമാർ, കൊപ്പം കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആശ ജലാൽ, MK ഉഷ, MP പ്രഭാത്, ഉണ്ണികൃഷ്ണൻ, G. വരുൺ, ബൈജു കുമാർ, PM കുഞ്ഞുമുഹമ്മദ്, ഡോക്ടർ ഗീതു മരിയ ജോസഫ്, S. സയന എന്നിവർ സംസാരിച്ചു. ബോധവൽക്കരണ റാലിയും നടത്തി. ഒരിടവേള. വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം ചാപ്റ്റർ രാജീവ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ബ്ലീഡ് ഇന്ത്യ ആപ്പ് തുടങ്ങി. ബ്ലീഡ് ഫോർ ദി നാഷന്റെ ഭാഗമായി രാജീവ് ഫൗണ്ടേഷൻ നടപ്പിലാക്കുന്ന ബ്ലീഡ് ഇന്ത്യ ആപ്പ് MLA നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ചരമദിനത്തോടനുബന്ധിച്ചാണ്
ബ്ലീഡ് ഇന്ത്യ ആപ്പ് തുടങ്ങിയത്. രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ പെരിന്തൽമണ്ണ നിയോജകമണ്ഡലം ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ബ്ലീഡ് ഇന്ത്യ ആപ്പ് നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. രാജീവ് ഫൗണ്ടേഷൻ ചെയർമാൻ ഷെറിൻ ബാബു അധ്യക്ഷത വഹിച്ചു. രാജീവ് ഫൗണ്ടേഷൻ ലോഗോ പ്രകാശനം MLA നിർവഹിച്ചു. രാജീവ് ഗാന്ധിയുടെ ഫോട്ടോയിൽ അംഗങ്ങൾ പുഷ്പാർച്ചന നടത്തി. DC സെക്രട്ടറി C. സുകുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി. രാജീവ് ഫൗണ്ടേഷൻ ജില്ലാ ചെയർമാൻ TK സദക്ക, കോർഡിനേറ്റർ ഫിറോസ് മാസ്റ്റർ, KPCC അംഗം C. സേതുമാധവൻ, മുൻ KPCC അംഗം MB ഫസൽ മുഹമ്മദ്, INTUC സംസ്ഥാന കമ്മിറ്റി അംഗം പച്ചീരി സുബൈർ, ഏലംകുളം മണ്ഡലം പ്രസിഡന്റ് ഹുസൈൻ മാടാല, ഫൗണ്ടേഷൻ മങ്കട ചെയർമാൻ റോയ്, മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഭാരതി ഓപ്പ, ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ദിനേശ് വണർമല, DCC മെമ്പർ ഷീബ ഗോപാൽ, ഷിഹാബ് ആലിക്കൽ, മഹിളാ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി റസിയ, മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ യൂസഫ് ഹാജി, KSSBA സംസ്ഥാന കമ്മിറ്റി അംഗം രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. UDF ഭരിക്കുന്ന കുമരംപുത്തൂർ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ LDF മാർച്ച് നടത്തിയ പശ്ചാത്തലത്തിൽ UDF രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം നടത്തി. ഭരണസമിതിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാനില്ലാത്തതിനാലാണ് ജാതിപ്പേര് വിളിച്ചെന്ന ഉദ്യോഗസ്ഥന്റെ ആരോപണത്തിന് പിന്നാലെ LDF കൂടുന്നതെന്ന് വിശദീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ പറഞ്ഞു. കുമരംപുത്തൂർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച വിശദീകരണ യോഗം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 4.5 വർഷത്തിനിടെ ഭരണസമിതിക്കെതിരെ അഴിമതി ആരോപിച്ച് CPM എന്തെങ്കിലും സമരം നടത്തിയിട്ടുണ്ടോ? ഒന്നും പറയാനില്ലാത്തതിനാലാണ് ജാതിപ്പേര് വിളിച്ചുവെന്ന പരാതിയുമായി വന്നിരിക്കുന്നതെന്നും ഉദ്ഘാടകൻ ആരോപിച്ചു. ഇക്കാലത്ത് ആരെങ്കിലും ജാതിപ്പേര് വിളിക്കുമോ? അങ്ങനെ ജാതിപ്പേര് വിളിച്ച ഒരംഗം തങ്ങളുടെ മുന്നണിയിലുണ്ടെങ്കിൽ നടപടിയെടുക്കണമെന്നതിൽ തങ്ങൾക്ക് എതിരഭിപ്രായമില്ല. ഉദ്യോഗസ്ഥൻ കൃത്യനിർവഹണം നടത്തുന്നില്ലെങ്കിൽ ഭരണസമിതി ഇടപെടും. കള്ളക്കേസ് കാണിച്ച് വിരട്ടാമെന്ന് ആരും വിചാരിക്കേണ്ടെന്നും നിയോജകമണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു. ഒരു ജനപ്രതിനിധി അങ്ങനെ ഏതെങ്കിലും ഒരാളെ ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ സാക്ഷിക്കും. ഒരു കാരണവശാലും ഐക്യ ജനാധിപത്യ മുന്നണികൾ അംഗീകരിക്കില്ല. പിന്നെ ഇവിടെ വന്ന മെമ്പർമാര് അതിന്റെ ഉള്ളിലുള്ള നൗഫലാകട്ടെ അല്ലെങ്കിൽ രാജനാകട്ടെ സഹദാകട്ടെ അതുപോലെ തന്നെ ഇവരൊന്നും മാനത്തിന് പൊട്ടി വീണതല്ല. ഇവരൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ യൂത്ത് ലീഗിലും MSFലും KSUവിലും യൂത്ത് കോൺഗ്രസിലൊക്കെ പ്രവർത്തിച്ചു വന്നവരാ. അതുമായി മുന്നോട്ട് പോകുമ്പോ പറയാ ഇവിടെ എല്ലാ ആളുകളും ഇവിടെ ലീഗുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ ഇവിടെ ഭരിക്കുക. ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ പറയുന്നത് കേട്ടാത്തോണ്ടും അർദ്ധരാത്രി ഈ സ്ഥാപനത്തിന്റെ ഓട് പൊളിച്ചിട്ടാണ് ഇറങ്ങിയതെന്ന് ഞങ്ങൾക്ക് CPMനോട് പറയാനുള്ളത്. ഞങ്ങൾ ഇതിന്റെ ഉള്ളിക്ക് ഓട് പൊളിച്ചിറങ്ങിയതല്ല, ജനാധിപത്യ രീതിയിൽ മത്സരിച്ചു വന്നതാ. ഞങ്ങൾ മത്സരിച്ചു വന്നത് 4 മാസം കഴിഞ്ഞാൽ നിങ്ങളോട് മത്സരിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി ഈ മണ്ഡലത്തിൽ സുശക്തമാണ്. ഞങ്ങൾ കൃത്യമായി മത്സരിക്കും. അതുകൊണ്ടാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലം കണ്ടില്ലേ, ഇന്ത്യൻ പാർലമെന്റിൽ രാഹുൽ ഗാന്ധിക്ക് കൈപ്പൊക്കാൻ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ശ്രീകണ്ഠന് നൽകിയ ഒരു മണ്ഡലത്തിന്റെ പേര് മണ്ണാർക്കാടാണ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് മുഖ്യപ്രഭാഷണം നടത്തി. തമ്മിലടിച്ച് തകർന്നു പോയതാണ് കുമരംപുത്തൂരിലെ ഇടതുപക്ഷ പ്രസ്ഥാനം. ലീഗിലെയും കോൺഗ്രസിലെയും നേതാക്കൾ കെട്ടിപ്പടുത്തതാണ് കുമരംപുത്തൂരിലെ UDF. അതിനെ തകർക്കാൻ CPMന്റെ ഏഷണിക്ക് കഴിയില്ലെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞു. എത്ര സമരം നടത്തി, ഇത്ര അഴിമതി നടന്ന രാജനാമ്പാടത്തിന്റെയും അതുപോലെ തന്നെ മറ്റ് പ്രസിഡന്റുമാരുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ അഴിമതി ഭരണമാണ് ഈ പഞ്ചായത്തിൽ നടത്തിയെങ്കിൽ നിങ്ങൾ എത്ര തവണ അഴിമതിക്കെതിരെ സമരം നടത്തി? ഇനി വിജിലൻസ് ആരുടെ കയ്യിലാ? പോലീസ് ആരുടെ കയ്യിലാ? നിങ്ങൾ നടപടിയെടുക്കണം. രാജനാമ്പാടത്തിന്റെ നേതൃത്വത്തിലും സഹതാരിയുടെയും നൗഫൽ തങ്ങളുടെയും വിജയലക്ഷ്മിയുടെ ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ അഴിമതി നടത്തുന്ന ഒരു ഭരണമാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പോലീസ് ഇല്ലേ? നിങ്ങളുടെ കയ്യിൽ വിജിലൻസ് ഇല്ലേ? നിങ്ങളുടെ കയ്യിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഇല്ലേ? നിങ്ങൾ അന്വേഷിച്ചിട്ട് നടപടിയെടുക്കൂ. അസീസ് പച്ചേരി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രാജനാമ്പാടത്ത്, വൈസ് പ്രസിഡന്റ് റസീന വറോടൻ, PM നൗഫൽ തങ്ങൾ, D വിജയലക്ഷ്മി, മേരി സന്തോഷ്, KK ലക്ഷ്മിക്കുട്ടി, സിദ്ദിഖ്, ഷെരീഫ് ചങ്ങലേരി, ഗോപാലകൃഷ്ണൻ, അബു വറോടൻ, നൌഷാദ് വെള്ളപ്പാടം തുടങ്ങിയവർ പ്രസംഗിച്ചു. ഭരണപരാജയം ചൂണ്ടിക്കാട്ടി UDF ഭരിക്കുന്ന കോട്ടപ്പാടം പഞ്ചായത്തിലേക്ക് CPM ലോക്കൽ കമ്മിറ്റി 26-ന് മാർച്ച് നടത്തും. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്യും. CH ഓഡിറ്റോറിയ പരിസരത്തു നിന്ന് 9:30-ന് പ്രകടനം ആരംഭിക്കുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 4 വർഷമായി ജനകീയാസൂത്രണ പദ്ധതി അട്ടിമറിച്ചു. സർക്കാർ അനുവദിച്ച പദ്ധതി വിഹിതം ചെലവഴിക്കാതെ പാഴാക്കി. ലൈഫ് മിഷൻ പദ്ധതി അട്ടിമറിച്ചു. അതിദരിദ്രർക്ക് ഭൂമി വാങ്ങാൻ സർക്കാർ ഫണ്ട് അനുവദിച്ചെങ്കിലും ഭൂമി വാങ്ങിയില്ല. പഞ്ചായത്തിന്റെ തനത് ഫണ്ട് കോടിക്കണക്കിന് രൂപ അരിയൂർ ബാങ്കിൽ തിരിച്ചു കിട്ടാത്ത വിധം കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ടാക്കി. ഗ്രാമീണ റോഡുകൾ ഗതാഗത യോഗ്യമാക്കിയില്ല. നിർമ്മാണ പ്രവൃത്തികളിൽ ലീഗ് ഇടപെടുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്.
ഈ കോട്ടോപ്പാടം പഞ്ചായത്തിൽ അതിദരിദ്രരായ കുടുംബങ്ങളെ കണ്ടെത്തുകയും എന്നാൽ സർക്കാരിൻ്റെ നയത്തെ അട്ടിമറിക്കുന്ന തരത്തിൽ ആ കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള സ്ഥലം കണ്ടെത്താനോ മറ്റ് തുടർ നടപടികൾ കൈക്കൊള്ളാനോ ബോധപൂർവം മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന UDFിൻ്റെ ഭരണസമിതി തയ്യാറായിട്ടില്ല എന്ന ഖേദകരമായ വസ്തുത ഈ പഞ്ചായത്തിൽ നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ വികസനം, പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് കോടിക്കണക്കിന് രൂപ തിരിച്ചു കിട്ടാത്ത വിധം അരിയൂർ സർവീസ് സഹകരണ ബാങ്കിൽ കെട്ടിക്കിടക്കുകയാണ്. PMGSY റോഡുള്ള കൊമ്പം കുണ്ടൂർക്കുന്ന് റോഡ് ഉൾപ്പെടെയുള്ള വലിയ റോഡുകൾ ഇന്ന് ശോചനീയാവസ്ഥയിലാണ്. അതുപോലെ തന്നെ നിരവധിയായ പ്രവർത്തനങ്ങൾ, പഞ്ചായത്തിനകത്ത പ്രവർത്തനം, പഞ്ചായത്തിൽ പെൻഷൻ ഉൾപ്പെടെയുള്ള ഒരു അപേക്ഷ കൊടുത്താൽ യഥാസമയം അത് പാസ്സാക്കി കൊടുക്കാനോ അതുപോലെ യഥാസമയം അത് പരിഗണിക്കാനോ ഉള്ള ഒരു നടപടിയുമില്ല. കുത്തഴിഞ്ഞ ഓഫീസ് സംവിധാനമാണ് പഞ്ചായത്തിലുള്ളത്. ഇത്തരത്തിൽ നിരവധിയായ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് 26-ാം തീയതി CPIM-ന്റെ നേതൃത്വത്തിൽ വലിയ ബഹുജന മാർച്ച് ഈ പഞ്ചായത്തിലേക്ക് നടത്തുന്നത്. ലോക്കൽ സെക്രട്ടറി M. മനോജ്, M. സുഭാഷ് ചന്ദ്രൻ, K. വിജയൻ, MK മോഹനൻ, T. സുരേഷ് കുമാർ, C. രാമൻകുട്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് ലയൺസ് ക്ലബ്ബും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് ഡ്രൈവർമാർക്ക് ഗതാഗത നിയമബോധവൽക്കരണം നടത്തി. മോട്ടോർ വാഹന ഇൻസ്പെക്ടർ PM രവികുമാർ ഉദ്ഘാടനം ചെയ്തു. റോഡ് അപകടങ്ങളുടെ കാരണങ്ങൾ, റോഡിൽ പാലിക്കേണ്ട മര്യാദകൾ, അനുസരിക്കേണ്ട നിയമങ്ങൾ തുടങ്ങി ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവബോധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലാസ് നടത്തിയത്. മോട്ടോർ വാഹന ഇൻസ്പെക്ടർ PM രവികുമാർ ക്ലാസ് എടുത്തു. ഇങ്ങനെ നിരന്തരം ചുറ്റുപാട് നോക്കി മാത്രമാണ് നമ്മൾ വാഹനം ഓടിക്കേണ്ടത്. അതിൽ വാഹനത്തിന്റെ അടിഭാഗമുണ്ട്, മുകൾ ഭാഗമുണ്ട്, ചുറ്റുമുണ്ട്. പ്രത്യേകിച്ച് നിർത്തിയിട്ട വണ്ടികളുടെ അടിയിൽ കൂടെ ഒക്കെ ക്രോസ് ചെയ്ത് വരാം. ചുറ്റുപാട് ഫോൺ വിളിച്ച് നടന്നു പോകുന്നവരുണ്ട്, കടകളുണ്ട്, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഈ ചുറ്റുപാട് നോക്കലാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് അകലം, സുരക്ഷിത അകലം പാലിക്കുക. നമ്മൾ വടക്കാഞ്ചേരിയിൽ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു ആക്സിഡന്റ് ഉണ്ട്, അല്ലെ? ഒരു ടൂറിസ്റ്റ് ബസ് KSRTC തമ്മിൽ ഇടിച്ചു. അപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാക്കാണ് സുരക്ഷിത അകലം. KSRTC വേഗത കുറച്ചു എന്നൊക്കെ പറഞ്ഞു, അല്ലെ? പെട്ടെന്ന് അപ്പൊ ഒരു വണ്ടി പോകുന്നു, അതിന്റെ തൊട്ട് പിറകിൽ ഒരു വണ്ടി പോകുന്നു, ആ വണ്ടികൾക്കിടയിൽ ഒരു അകലം വേണം. ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഐജു ചിറയിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ S. ഷിബു, മസൂദ്, റെജിമോൻ, കൃഷ്ണകുമാർ, സണ്ണി, പ്രകാശ്, ആനന്ദകുമാർ, മണി നെച്ചുള്ളി, പ്രശാന്ത്, സെക്രട്ടറി സുബ്രഹ്മണ്യൻ, സാംസൺ എന്നിവർ പ്രസംഗിച്ചു. പട്ടികജാതി ബിരുദ വിദ്യാർത്ഥികളെ ഉയരത്തിലെത്തിക്കാൻ സദ്ഗ്രാമം എന്ന പേരിൽ പ്രത്യേക പദ്ധതിയുമായി നജീബ് കാന്തപുരം MLA. പദ്ധതിയുടെ ഭാഗമായി ബിരുദ വിദ്യാർത്ഥികളുടെ സംഗമം സംഘടിപ്പിച്ചു. പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളിലെ ബിരുദ വിദ്യാർത്ഥികളെ ഉയരത്തിലെത്തിക്കാൻ നജീബ് കാന്തപുരം MLAയുടെ നേതൃത്വത്തിൽ പ്രത്യേക പദ്ധതിക്ക് തുടക്കം കുറിച്ചു. നിയോജക മണ്ഡലത്തിൽ MLA നടപ്പാക്കിവരുന്ന ക്രിയാപദ്ധതിയുടെ കീഴിൽ സദ്ഗ്രാമം എന്ന പേരിലാണ് ഈ പ്രത്യേക പദ്ധതി നടപ്പാക്കുന്നത്. ബിരുദ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിനുള്ള ഗൈഡൻസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പദ്ധതിയുടെ ഭാഗമായി ഒരുക്കും. വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രഗത്ഭരുടെ നേതൃത്വത്തിൽ ഇതിനായി പ്രത്യേക ടീമിനെ നിയോഗിക്കും. ഉന്നത പഠനം ഉറപ്പാക്കുന്നതോടൊപ്പം സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമും നടപ്പാക്കും. പദ്ധതിയുടെ ഭാഗമായി നിയോജക മണ്ഡലത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ബിരുദ വിദ്യാർത്ഥികളുടെ സംഗമം സംഘടിപ്പിച്ചു. ഹൈദരലി ശിഹാബ് തങ്ങൾ ക്രിയ സിവിൽ സർവീസ് അക്കാദമി ഹാളിൽ നടന്ന പരിപാടി നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. വിജയൻ എളംകുളം അധ്യക്ഷത വഹിച്ചു. തുടർ വിദ്യാഭ്യാസം, വിദേശ പഠനം, തൊഴിൽ എന്നിവയുമായി ബന്ധപ്പെട്ട ചർച്ചകളും ക്ലാസുകളും നടന്നു. JCI ഇന്ത്യയുടെ പരിശീലകനായ അബ്ദുൾ റൌഫ്, ഷബാബ് കോഴിക്കോട്, നബീൽ വട്ടപ്പറമ്പ് എന്നിവർ ക്ലാസ്സിന് നേതൃത്വം നൽകി. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സദ്ഗ്രാമം പദ്ധതിയുടെ കോർഡിനേറ്ററുമായ റീന പട്ടമണ്ണ, സാബിർ കാളികാവ്, കോർഡിനേറ്റർമാരായ രതീഷ് മേലാറ്റൂർ, ബാലൻ താഴേക്കോട്, മുണ്ടൻ ഏലംകുളം, പഞ്ചായത്ത് SC പ്രൊമോട്ടർമാരായ ജിജി, സുനിത, അജിത, ജീജ, രേഷ്മ, രജിഷ, പ്രദീപ് എന്നിവർ സംസാരിച്ചു. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിലെ പാറശ്ശേരി വെള്ളയംകുന്നിലെ ഡിവൈഡർ അപകടത്തിനിടയാക്കുന്നതായി പരാതി. ഡിവൈഡർ മുൻപിലേക്ക് നീക്കണമെന്ന് നാട്ടുകാർ. റോഡ് പണിയിലെ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണമെന്നും നാട്ടുകാരുടെ ആരോപണം. കോങ്ങാട് ചെർപ്പളശ്ശേരി റോഡിൽ പാറശ്ശേരി കഴിഞ്ഞാൽ തുടർച്ചയായ ഇറക്കമാണ്. വേഗതയിൽ വരുന്ന വാഹനങ്ങൾക്ക് ഡിവൈഡർ മുന്നിലെത്തുമ്പോൾ മാത്രമാണ് ശ്രദ്ധയിൽപ്പെടുന്നത്. ഇത് വലിയ അപകട കാരണമായി മാറുന്നു. 1 മാസം മുൻപാണ് പച്ചക്കറി കയറ്റി വന്ന വാഹനം അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസം അന്യസംസ്ഥാന ലോറി ഡിവൈഡറിൽ ഇടിച്ചു നിന്നു. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഡിവൈഡർ സമീപത്തുള്ള പമ്പിന് സമീപം വരെയെങ്കിലും നീട്ടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഹനമാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. മുണ്ടൂർ തൂത ദേശീയപാതയിൽ പാറശ്ശേരിയിൽ നിന്ന് ഒരു 100 മീറ്റർ ഇപ്പുറത്ത് വെള്ളയംകുന്ന്
ഇവിടെ സ്ഥിരം അപകട മേഖലയായിട്ടുണ്ട്. കഴിഞ്ഞ മാസം തന്നെ ബസ് അപകടം, ദൈനംദിനമായിട്ട് അന്യദേശത്തുനിന്ന് വരുന്ന ലോറികൾ, കാരണം അവർക്ക് ഇവിടുത്തെ ഈ റോഡിനെ പറ്റി ഒരു വ്യക്തമായ ധാരണയില്ല. പാറശ്ശേരി കുന്നത്തുനിന്ന് നല്ല സ്പീഡിൽ വരുന്ന വണ്ടി പെട്ടെന്ന് ഒരു 20 മീറ്റർ മുന്നിൽ വെച്ചിട്ടാണ് ഈ ഡൈവർട്ട് കാണുന്നത്. പെട്ടെന്ന് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അതിൽ ഇടിക്കല്ലാതെ യാതൊരുവിധ മാർഗ്ഗവുമില്ല. രാത്രികളായി കഴിഞ്ഞാൽ ദിവസവും ഇവിടെ അപകട മേഖല. ഈ ഭാഗത്തുള്ള ആളുകൾ രാത്രി ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു 100 മീറ്റർ 150 മീറ്റർ ഇപ്പോൾ ഒരു നയര പമ്പ് വരുന്നുണ്ട്, പെട്രോൾ പമ്പ്, അതിൻ്റെ മുൻവശം വരേക്കും നീട്ടണം എന്നുള്ളതാണ് ആവശ്യം. അത് നീട്ടിക്കഴിയുമ്പോൾ പാറശ്ശേരി കുന്നത്തുനിന്ന് തുടങ്ങുന്ന വരുന്ന ഡ്രൈവർമാർക്ക് പ്രത്യക്ഷത്തിൽ അത് കാണാൻ പറ്റും. അപ്പോൾ അപകടം പൂർണ്ണമായും ഒഴിവാകും. പിന്നെ ഇവിടെ എന്താ വെച്ചാൽ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇരുട്ട് മേഖലയാണ്. കോങ്ങാട്ടുനിന്ന് സീഡ് ഫോം മുതൽ പാറശ്ശേരിക്കാവ് വരയ്ക്കുള്ള സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും കത്തുന്നില്ല. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. പക്ഷേ ലൈറ്റുകളൊന്നും കത്തില്ല. ഒന്നുകിൽ ഡൈവേർട്ടിൻ്റെ അവിടെ ഒരു വിളക്ക്, ഒരു സ്ഥിരമായി കാണുന്ന പോലെയുള്ളൊരു വിളക്ക് വെക്കുക, ലൈറ്റ് വെക്കുക, അതല്ലെങ്കിൽ ഡൈവേർട്ട് കുറച്ചുകൂടെ മുന്നിലേക്ക് നീട്ടിയാൽ വളരെ സൗകര്യമായിരിക്കും. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. എടത്തനാട്ടുകര ചോലമണ്ണിൽ കാട്ടാനാക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജനകീയ ആവശ്യത്തെ തുടർന്ന് ചോലമണ്ണ് റോഡിൽ വനം വകുപ്പ് വിളക്കുകൾ സ്ഥാപിച്ചു. തെരുവ് വിളക്കുകളുടെ അഭാവത്തിൽ റോഡിലൂടെയുള്ള രാത്രി സഞ്ചാരം പ്രദേശവാസികൾക്കും ടാപ്പിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾക്കായി പുലർച്ചെ പോകുന്ന തൊഴിലാളികൾക്കും വെല്ലുവിളിയായി മാറിയിരുന്നു. ചോലമണ്ണിലെ കൃഷിയിടത്തിൽ വെച്ച് കാട്ടാനയുടെ ആക്രമണത്തിൽ കോട്ടപ്പള്ള സ്വദേശി വലിപ്പറമ്പൻ ഉമ്മർ കൊല്ലപ്പെട്ടതോടെ ജനവാസ മേഖലയായ ഇവിടം കാട്ടാന ഭീതിയിലാണ്. തെരുവിളക്കുകളുടെ അഭാവത്തിൽ റോഡിലൂടെയുള്ള യാത്രി സഞ്ചാരം പ്രദേശവാസികൾക്കും ടാപ്പിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾക്കായി പുലർച്ചെ പോകുന്ന തൊഴിലാളികൾക്കും വെല്ലുവിളിയായി മാറിയിരുന്നു. വിഷയം ജനപ്രതിനിധികൾ ഉൾപ്പെടെ വനം വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് മണ്ണാർക്കാട് DFO C അബ്ദുൽ ലത്തീഫ്, റേഞ്ച് ഓഫീസർ N സുബൈർ എന്നിവരുടെ നിർദ്ദേശപ്രകാരം ചോലമണ്ണ് ചൂരപ്പട്ടവരെ ലൈറ്റ് സ്ഥാപിക്കൽ ആരംഭിച്ചത്. മണ്ണാർക്കാട് ഡിവിഷന് കീഴിൽ 10 ലൈറ്റുകൾ വ്യാഴാഴ്ചയോടെ സ്ഥാപിച്ചു. ഇതിനു പുറമെ പഞ്ചായത്ത് സ്ഥാപിച്ച നിലവിൽ തകരാറിലായ 20 തെരുവിളക്കുകളുടെ അറ്റകുറ്റപ്പണികളും നടത്തി. സൈലന്റ് വാലി ഡിവിഷന് കീഴിൽ 10 ലൈറ്റുകൾ കൂടി തിങ്കളാഴ്ച സ്ഥാപിക്കുമെന്ന് വാർഡ് അംഗം ബഷീർ പടുകുണ്ടിൽ അറിയിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അടിയന്തരമായി ഈ പ്രദേശത്തേക്ക് മണ്ണാർക്കാട് ഡിവിഷനിൽ നിന്നും DFO ലത്തീഫ് സാർ ഉൾപ്പെടെ റേഞ്ചർ സുബൈർ സാറും അതിനുവേണ്ട നടപടി പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് പറയുകയും ലൈറ്റുകൾ ഇന്നലെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈലന്റ് വാലി ഡിവിഷനോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരും അടിയന്തരമായി കൊണ്ട് തന്നെ തൊട്ട് ദിവസത്തിൽ തന്നെ അവിടേക്ക് വേണ്ട സൗകര്യങ്ങൾ, ലൈറ്റുകളും മറ്റും ചെയ്യാമെന്നും അവർ വാക്ക് നൽകിയിട്ടുണ്ട്. 3 കിലോമീറ്റർ ദൂരമുള്ള റോഡ് ദുർഘടവും വെളിച്ചമില്ലാത്തതുമായതിനാൽ പ്രദേശവാസികൾക്കും മുകളിൽ കൃഷിയുള്ളവർക്കും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. സ്കൂൾ പഠനകാലത്തെ ഓർമ്മകൾ അയവിറക്കിയും സ്നേഹം പങ്കുവച്ചും വിട്ടുപിരിഞ്ഞവരെ സ്മരിച്ചും ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹൈസ്കൂളിൽ 1971 മുതൽ 76 വരെയുള്ള SSLC ബാച്ചുകാരുടെ കൂട്ടായ്മയായ ഓർമ്മ കൂടാരത്തിലെ അംഗങ്ങളാണ് ഒത്തുകൂടിയത്. വാർദ്ധക്യവും ശാരീരിക അവശതകളും അതിജീവിച്ച് അരനൂറ്റാണ്ടിന് ശേഷം വീണ്ടും അവർ ഒത്തുകൂടി. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1971 മുതൽ 76 വരെയുള്ള SSLC ബാച്ചുകാരുടെ കൂട്ടായ്മയായ ഓർമ്മക്കൂടാരം 3ാം വാർഷികത്തിലാണ് പഴയ ബാല്യ കൗമാര സൗഹൃദങ്ങൾ സംഗമിച്ചത്. പെരിന്തൽമണ്ണ റോയൽ പ്ലാസയിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മുതിരുമ്പോൾ
നമ്മൾ തിരിച്ചറിയുന്ന കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട്. ഞാനെപ്പോഴും കുറേ പ്രായമായ ആളുകളുടെ സദസ്സിലേക്ക് പോകാറുണ്ട്. അപ്പോൾ അവർ പറയും, എത്ര വേഗമാണ് ഈ കാലം തീർന്നു പോയത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ ക്ലാസ് മുറിയിൽ നിന്ന് ഇറങ്ങി നിന്നിട്ടേ ഉള്ളൂ അല്ലേ, അപ്പോഴേക്ക് ഇത് കഴിഞ്ഞു പോയല്ലോ എന്നുള്ളത്. എത്ര വേഗമാണ് ഈ കാലം സഞ്ചരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ കാലത്തിന് വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. അതിലേറ്റവും പ്രധാനമായ കാര്യം വളരെ വേഗത കൂടിയൊരു കാലമാണ്. കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്ക് കാലം കഴിഞ്ഞു പോകുന്നൊരു കാലമാണിത്. എല്ലാ ഇന്നോവേഷൻസും എല്ലാ കണ്ടെത്തലുകളും ഇപ്പോൾ നടക്കുന്ന ടെക്നോളജിയുടെ എല്ലാ കണ്ടെത്തലുകളും വേഗം കൂട്ടാനുള്ളതാണ്. വിദ്യാലയത്തിൽ സഹപാഠിയായി ഒരുമിച്ചിരുന്നവർ ജീവിത യാത്രയിലുടനീളം ഒരുമിച്ചിരിക്കുക എന്നതിൽ പ്രധാനമായ കാര്യം മറ്റൊന്നുമില്ല. മനുഷ്യരുടെ ഒറ്റപ്പെടലിൻ്റെ ജീവിതത്തിൽ തളർന്നു പോകുമ്പോൾ താങ്ങാവുന്ന സൗഹൃദങ്ങളാണ് സ്നേഹമുള്ള കൂട്ടായ്മകളെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല കാലം ഒരുമിച്ചിരുന്നവർ ജീവിതത്തിൻ്റെ യാത്രയിലുടനീളം ഒരുമിച്ചുണ്ടാവുക എന്നതിനേക്കാളും പ്രധാനമായ കാര്യം മറ്റൊന്നുമില്ല. കാരണം നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സമ്മാനമാണ്. ജീവിതത്തിൽ തളർന്നു പോകുമ്പോൾ നമ്മൾ താഴ്വേരും താങ്ങു കുതിക്കും എന്നാണ് പറയുന്നത്. ആ താഴ്വേരാണ് സൗഹൃദം എന്ന് പറയുന്നത്. മസൂദ് ഒരു മനോഹരമായ കവിതയുണ്ട്, തളരുമ്പോൾ താനേ നിങ്ങൾ താഴ്വേരിൻ താങ്ങു കുതിക്കും. ആ താങ്ങാണ് ഈ കൂട്ടായ്മ എന്ന് ഞാൻ മനസ്സിലാക്കിയത്. വേർപിരിഞ്ഞ സൗഹൃദങ്ങളെ ഓർമ്മക്കൂടാരം അനുസ്മരിച്ചു. പ്രൊഫസർ മുഹമ്മദ് അലി പാപ്പു, ഹബീബ് റഹ്മാൻ, ജേക്കബ് അനക്കൽ, ഉമർ കാരാട്ടിൽ എന്നിവർ ഈ അടുത്ത കാലങ്ങളിലാണ് വിട്ടുപിരിഞ്ഞത്. ഇവരുടെ ചിത്രങ്ങൾ പതിച്ച സ്മരണ ഫലകങ്ങൾ ബന്ധുക്കൾക്ക് നജീബ് കാന്തപുരം MLA കൈമാറി. ഓർമ്മക്കൂടാരം കൂട്ടായ്മ പ്രസിഡന്റ് KK മുഹമ്മദ് അലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KT ഹംസ, ട്രഷറർ CH നജീബ്, ജോയിന്റ് സെക്രട്ടറി നൂറുനിസ, U മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1971-76 10ാം ക്ലാസ് ബാച്ചുകാരുടെ ഒരു കൂട്ടായ്മയായ ഓർമ്മക്കൂടാരം ഇന്ന് 21/5/2025 പെരിന്തൽമണ്ണയിൽ വെച്ച് വിപുലമായി സംഘടിപ്പിച്ചു. എല്ലാ സുഹൃത്തുക്കളും കൂട്ടാളികളും വിദ്യാർത്ഥികളെ പോലെ ആസ്വദിച്ചുകൊണ്ട് തന്നെ സ്നേഹവും സൗഹൃദവും പങ്കുവെക്കുകയുണ്ടായി. ഓർമ്മക്കൂടാരം എന്നുള്ള ഈ സംഘടനയുടെ 3ാം വാർഷികമാണ് ഇന്നിവിടെ നടന്നത്. വിവിധ കലാപരിപാടികളോടുകൂടിയാണ് ഈ പരിപാടികൾ നടക്കുന്നത്. ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ 50 വർഷത്തിന് ശേഷം ആദ്യമായി ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ വളരെയധികം സന്തോഷവും അതിലധികം അത്ഭുതവും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. 50 വർഷത്തിന് ശേഷമാണ് പല കൂട്ടുകാരും തമ്മിൽ കാണുന്നത്. വളരെയധികം നല്ല രീതിയിൽ ഈ ഓർമ്മക്കൂടാരം ഇന്ന് പ്രവർത്തിക്കുകയാണ്. മോഹിനിയാട്ടം, തിരുവാതിരക്കളി, സംഘനൃത്തം, ഗാനാലാപനം തുടങ്ങിയ വിവിധ കലാപരിപാടികൾ നടന്നു. നാസർ, പത്മിനി, സലീമ, ഹംസുപ്പു, ഗൗരി, സുലേഖ, രമണി, പ്രസന്ന, ഇബ്രാഹിം, സ്വർണലത, അബ്ദുറഹ്മാൻ, ശ്രീലത, സാറാമ, കലാമണ്ഡലം, അംബിക, ദേവി തുടങ്ങിയവരുടെ മുഴുദിന കലാപരിപാടികൾ വർണ്ണക്കൂടാരത്തിന്റെ വാർഷിക ആഘോഷത്തെ വർണ്ണാഭമാക്കി. ഗംഗണപതി ഗണനായകനേ ശിവശങ്കര സന്തതിയേ ഗംഭീരാകൃതിയായൊരു മൂർത്തി സർവസുഭ
ജീവിതത്തിൻ്റെ നിറമുള്ള ബാല്യകാലത്തെ ഒട്ടേറെ അനുഭവങ്ങളുടെ സ്മരണകൾ പുതുക്കിയാണ് ഓർമ്മക്കൂടാരത്തിലെ അംഗങ്ങൾ വിടവാങ്ങിയത്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ പൂപ്പലം അൽ ജാമിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മെയ് 24 ശനിയാഴ്ച സൗജന്യ മെഗാ തൊഴിൽമേള സംഘടിപ്പിക്കും. 40 കമ്പനികൾ തൊഴിൽമേളയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൂപ്പലം അൽ ജാമിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജും ജിടെക്കും ചേർന്നാണ് സൗജന്യ മെഗാ തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെയാണ് തൊഴിൽമേള. തൊഴിൽമേളയിൽ 40 കമ്പനികൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നജീബ് കാന്തപുരം MLA തൊഴിൽമേള ഉദ്ഘാടനം ചെയ്യും. കോളേജ് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും തൊഴിൽമേളയിൽ പങ്കെടുക്കാം. +2, ഡിഗ്രി, PG തുടങ്ങിയ യോഗ്യതയുള്ളവർക്കാണ് അവസരം. അമ്പലപ്പാറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 35ാമത് ചരമദിനത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KK സാജൻ അധ്യക്ഷനായി. മുരിക്കുംപറ്റയിലും അമ്പലപ്പാറയിലും നടന്ന യോഗങ്ങളിൽ നേതാക്കളായ V വാസുദേവൻ, P ദിവാകരൻ, PS രാധാകൃഷ്ണൻ, K കബീർ, P സൂര്യനാരായണൻ, KC അബ്ദുറഹ്മാൻ തുടങ്ങിയവരും പങ്കെടുത്തു. N ഷംസുദ്ദീൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപയും കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപയും ചെലവഴിച്ച് നവീകരിച്ച ആമയംകുന്ന് വടശ്ശേരിപ്പുറം റോഡ് MLA ഉദ്ഘാടനം ചെയ്തു. വാർഡ് അംഗം CK സുബൈർ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ, ജില്ലാ പഞ്ചായത്ത് അംഗം M മഹർബാൻ, N മുഹമ്മദ് അലി, VK അലി, സലിം നാലകത്ത്, CK മുഹമ്മദ്, അക്കര മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രൂക്ഷമായി തെരുവുനായ ആക്രമണം. ഒറ്റപ്പാലത്തും മണ്ണാർക്കാടുമായി 3 പേർക്ക് കടിയേറ്റു. കടിയേറ്റവരിൽ 4 വയസ്സുകാരനും. വികസനത്തോടൊപ്പം വൃത്തിയും അനിവാര്യമെന്ന് മന്ത്രി MP രാജേഷ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വലിയ മുന്നേറ്റമെന്നും മന്ത്രി. ശ്രീകൃഷ്ണപുരത്ത് CPM-നെ നയിക്കാൻ ഇനി വനിത. MK ദേവിയെ പുതിയ ലോക്കൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. ഡെങ്കിപ്പനിക്കെതിരെ ജാഗ്രത വേണമെന്ന് മുഹമ്മദ് മൂസിൻ MLA. പരിസര ശുചീകരണം ഉറപ്പാക്കണമെന്നും MLA. ഒറ്റപ്പാലം കയറംപാറ കേന്ദ്രീയ വിദ്യാലയം റോഡ് നവീകരണത്തിലേക്ക് എടുക്കുന്നു. സംസ്ഥാന ബജറ്റിൽ നിന്നും 2 കോടി രൂപ വിനിയോഗിച്ചാണ് നവീകരണം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.